ശ്രീ ജി വി ഹരി, എങ്ങനെ കാണുന്നു താങ്കൾ ഇപ്പോഴത്തെ ഇ ഡിയുടെ അന്വേഷണത്തെ? SFIO റിപ്പോർട്ടിൽ എന്തായാലും കാര്യങ്ങൾ കൃത്യമാണ്. എന്തെല്ലാമാണ് CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇ ഡി അന്വേഷണത്തിൽ അവർ ധൃതി കാണിക്കുന്നുണ്ടോ? ഇല്ല, ഇതിനകത്ത് വളരെ കൃത്യമായി തന്നെ നമുക്കിപ്പോൾ ഈ SFIOയുടെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഈ രണ്ട് കമ്പനികൾ നടന്നിട്ടുള്ള ഫ്രോഡുലൻ്റ് ആയിട്ടുള്ളൊരു ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്. ഞാൻ ആ റിപ്പോർട്ടിലൂടെ പോയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കൃത്യമാണ്, വളരെ ഗ്രാഫിക്കലായിട്ടുള്ള റെപ്രസെൻറ്റേഷൻസ്, വളരെ കൃത്യമായിട്ടുള്ള ഇമെയിൽ. അതിൻ്റെ അപ്പൻഡിക്സ് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ അതിൻ്റെ അപ്പൻഡിക്സ് നോക്കുമായിരുന്നു, അതിനകത്ത് ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് അടക്കമുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായി തന്നെ തെളിവോടുകൂടി, അതും ഏതൊക്കെ ഇതിൽ നിന്നാണ് പോയിട്ടുള്ളത് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത്തരത്തിലൊരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ കൊടുക്കാത്ത സേവനത്തിനുള്ള ഒരു പണം കൊടുത്തു കഴിയുമ്പം അത് ഇറ്റ് കംസ് അണ്ടർ, നമുക്കറിയാവുന്നതുപോലെ ഇ ഡിയുടെ ഇതിനകത്ത് വരുന്നതാണ്, അവരുടെ പ്രിവ്യൂവിൽ വരുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇത് നേരത്തെ തന്നെ ഈ റിപ്പോർട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇ ഡി ഒരു ഇത് അന്വേഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു തുടക്കം കുറിച്ചത്. പക്ഷേ അത് ഹൈക്കോടതിയിൽ CMRൽ കൊടുത്തിട്ടുള്ള കേസിൽ തൽക്കാലം അവിടെ അന്വേഷണം വേണ്ട എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മെനഞ്ഞാന്ന് അത് ഹൈക്കോടതി ഇതിൻ്റെ രേഖകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഹൈക്കോടതി തന്നെ ഇ ഡിക്ക് നിർദ്ദേശം കൊടുത്തു, അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള റെയ്ഡാണ് നമ്മൾ ഇന്നലെ കണ്ടത്. പക്ഷെ നമ്മൾ കണ്ടത് ഇവിടെ കേരളത്തിൽ സമാനതകളില്ലാത്ത പ്രതിഷേധവും അതോടൊപ്പം തന്നെ അക്രമവും അഴിച്ചുവിടുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിഷേധിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. പ്രതിഷേധിക്കുന്നത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്രയും വലിയ സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുള്ള ഒരു കമ്പനിക്കെതിരായിട്ട്, ഞാൻ പറയുന്നത് ഇതിനകത്ത് ശ്രീ പിണറായി വിജയനെതിരെ ഇതിനകത്ത് കേസില്ല, ഇതിനകത്ത് മറ്റേതെങ്കിലും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഒരു കേസ് കാണുന്നില്ല, അല്ലെങ്കിൽ അതിനകത്ത് ഒരു ആരോപണം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ SFIOയുടെ റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ അതിന് മറ്റൊരു തരത്തിലുള്ള ഒരു നേതാക്കന്മാരുടെയും പേരുകൾ ഇതിനകത്ത് കാണുന്നില്ല. കണ്ടത് വീണ വിജയൻ അല്ലെങ്കിൽ വീണ തെക്കണ്ടിയിൽ എന്ന് പറയുന്ന എക്സാലോജിക്കിൻ്റെ MDക്കെതിരായിട്ടുള്ള ഒരു അന്വേഷണമാണ് SFIO നടത്തിയിരിക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ള തെളിവുകൾ അവർ ശേഖരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ എന്ന് പറയുന്നത് CMRൽ നിന്നുള്ള വരുമാനമാണ് എക്സാലോജിക്കിൻ്റെയും വീണയുടെയും വരുമാനം 2017 മുതൽ 2020 വരെയുള്ള കാലഘട്ടത്തിൽ എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു കാര്യമാണ്. 2.78 കോടി രൂപ ഈ കാലഘട്ടത്തിൽ എക്സാലോജിക്കും വീണയും ചേർന്ന് CMRൽ നിന്ന് കൈപ്പറ്റിയിട്ടുണ്ട്. അതും ഒരു സേവനവും നൽകാതെ എന്നുള്ള കാര്യം. എക്സാലോജിക്കും ഒരു സേവനം നൽകിയിട്ടില്ല. വീണയെ അവിടുത്തെ IT സൊല്യൂഷൻസിന്റെ കരാറായതുകൊണ്ട് അവർക്ക് കൊടുത്തിരുന്ന കാര്യങ്ങളാണ്. അതെ, പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും ഒരു സേവനവും CMRലിന് കൊടുത്തിട്ടില്ല എന്നാണ്. ഇതിനകത്ത് ഏറ്റവും രസകരമായ ഒരു കാര്യം, അവരകത്ത് പറഞ്ഞിരിക്കുന്നത് എക്സാലോജിക് കേസിൽ ദേ ക്ലെയിംഡ് ഡെവലപ്മെന്റ് ആൻഡ് മെയിൻ്റനൻസ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് സോഫ്റ്റ്വെയർ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് IT സപ്പോർട്ട് ഫോർ CMRൽസ് കോർപ്പറേറ്റ് ഓഫീസ് ആൻഡ് ഫാക്ടറി ഓപ്പറേഷൻസ്. മൂന്നാമത്തത് കൺസൾട്ടൻസി ആൻഡ് സോഫ്റ്റ്വെയർ റിലേറ്റഡ് സർവീസ്. എന്താ കൊടുത്തത്? മൈക്രോസോഫ്റ്റ്, അതോടൊപ്പം PowerPoint, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതിന് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു 2.78 കോടി കൊടുക്കുക എന്നുള്ളതാണ്. ഇനി അതിൻ്റെ ഒരു അപ്പൻഡിക്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്, ഈ കമ്പനി തുടങ്ങിയപ്പോൾ ഇതിൻ്റെ ടേൺ ഓവർ 5 ലക്ഷമായിരുന്നു. അത് 2017 അടുപ്പിച്ച് വരുമ്പോൾ നിങ്ങൾ നോക്കണം 100 കോടി രൂപ ടേൺ ഓവറുള്ള ഒരു കമ്പനിയായിട്ട് എക്സാലോജിക്ക് മാറുന്നു. അത് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. അതാണ് മഞ്ജുഷ് നേരത്തെ പറഞ്ഞ വളരെ കൃത്യമാണ്. ഈ വരുമാനം എന്ന് പറയുന്ന ആകപ്പാടെ ഈ കമ്പനി എന്നല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഒരാളുകളുമായിട്ട് ഒരുപാട് ഇവർ നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് വളരെ കൃത്യമാണ്. ഇവിടെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മണി ലോണ്ടറിങ് വളരെ കൃത്യമായിട്ട് നടത്തിയിട്ടുണ്ട് എന്ന് SFIO കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കമ്പനി ആക്ട് പ്രകാരം നടപടിയെടുക്കുവാനേ കഴിയും. വിചാരണ അത്രേ പോലും അറസ്റ്റും ഉണ്ടാവുകയില്ല. പക്ഷേ ഈ പറയുന്ന ഇ ഡിക്ക് അങ്ങനെയല്ല. കള്ളപ്പണ ഇടപാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നോക്കൂ, ഇവിടെ ഇവർ CPM പറയുന്ന ഏറ്റവും രസകരമായ കാര്യം എന്താ? ഇത് അക്കൗണ്ടിലാണ് വാങ്ങിച്ചെന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ലോകത്തിലുള്ള എല്ലാ ഫ്രോഡ് ട്രാൻസാക്ഷൻസും ഇത്തരത്തിൽ അക്കൗണ്ടിൽ വാങ്ങിച്ചിട്ട് അതിനെ കള്ളപ്പണത്തെ വെളുപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത് അക്കൗണ്ടിൽ കൊടുക്കുമ്പോഴാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇത് അക്കൗണ്ടിലൂടെ കൊടുത്തപ്പോൾ ടാക്സ് അടച്ചു കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു തരത്തിലും ഇനി ഒരു പ്രശ്നമില്ല, എല്ലാം ക്ലിയർ ആയി എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം. ഇവിടെ നമ്മൾ മനസ്സിലാക്കുക, നോക്കൂ, രണ്ട് കമ്പനികൾ തമ്മിലുള്ള ട്രാൻസാക്ഷനാണ്. അപ്പോൾ ഒരു കമ്പനി അവർക്ക് സേവനം കൊടുത്തെങ്കിൽ മാത്രമേ ആ പണം കൈപ്പറ്റാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എന്തിനു കൊടുത്തു? കൊടുത്ത ആ കിട്ടിയ പണത്തിൻ്റെ സേവനം തിരിച്ചെന്ത് നിങ്ങൾ കൊടുത്തു എന്ന് ബോധ്യപ്പെടുത്താൻ SFIയെ ബോധ്യപ്പെടുത്താൻ അവർ കഴിഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഇതിനകത്ത് ഈ പണം എത്തരത്തിലാണ് വന്നിരിക്കുന്നത്, എന്തിനാണ് കൊടുത്തിരിക്കുന്നത് എന്ന് പറയാൻ ഈ കക്ഷികൾക്ക് രണ്ടുപേർക്കും പറ്റില്ല. CMRലും പറ്റിയിട്ടില്ല, എക്സാലോജിക്കിനും പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മൾ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വീണ വിജയൻ്റെ അച്ഛൻ
കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു പക്ഷപാതപരമായിട്ടുള്ള ഒരു സഹായം അല്ലെങ്കിൽ ഇവർക്ക് CMRLന് ഫേവറബിൾ ആയിട്ടുള്ള ചില കാര്യങ്ങൾ കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും തുക ഇതിലേക്ക് വന്നു എന്നുള്ളതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ശ്രീ ഡോക്ടർ ബി ജയരാജ്, എന്തിനാണ് നിങ്ങൾ ഈ തെരുവ് യുദ്ധം നടത്തുന്നത്? അതും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ കൃത്യമായ തെളിവുകൾ ഇതുവരെ കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി കഴിഞ്ഞു. അപ്പോൾ നിയമപരമായിട്ട് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ മുൻ മുഖ്യമന്ത്രിയെ പിണറായി വിജയനെ, പ്രതിപക്ഷ നേതാവിനെ വേട്ടയാടുന്നു എന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കുന്നത്? ഇതിപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച ശ്രീ ഡോക്ടർ GV ഹരി പറയുണ്ടായി, ഇത് പിണറായി വിജയന് എന്തെങ്കിലും ബന്ധമുണ്ടോ, പിണറായി വിജയന് എന്തെങ്കിലും വഴിവിട്ട സഹായം ചെയ്തത് കൊണ്ടാണോ വീണ വിജയന് ഈ ഇത്തരത്തിലുള്ള, അല്ലെ വീണ തൈക്കണ്ടിയിലിന് ഇത്തരത്തിലുള്ള ഇടപാടുകൾക്കുള്ള ഒരു അവസരം ഉണ്ടായതെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ആ ഒരു സംശയം തന്നെയാണ് ഇതിനെ പാർട്ടി ഇത് ചെറുക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. ഇതിനകത്ത് വീണ വിജയൻ മാത്രമല്ലല്ലോ പ്രതി, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എന്ന് പ്രത്യേകം എടുത്ത് കേസ് ഫയലിൽ പറയുന്നത് കൊണ്ടാണ് പാർട്ടി അതിനെ ചേർക്കുന്നത്, സമുന്നതനായ ഇടതുപക്ഷ പാർട്ടിയുടെ ഒരു നേതാവെന്നുള്ള രീതിയിൽ. ഇതിനു മുമ്പ് ഇതിൻ്റെ പ്രൊസീഡിങ്സ് നമുക്ക് എടുത്ത് നോക്കാം. വളരെ ദൂരെ എങ്ങും പോകണ്ട, നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ബോഫോഴ്സ് വിവാദം കത്തി നിന്ന സമയത്ത്, രാജീവ് ഗാന്ധിയുടെ പേരിൽ ബോഫോഴ്സ് വിവാദം കത്തി നിന്ന സമയത്താണ് VP സിംഗിനെതിരെ ഒരു ആരോപണം കൊണ്ടുവന്നു. സെയിൻറ്റ് കിറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഐലൻഡിൽ ഷെൽ കമ്പനിയിൽ VP സിംഗിന് അക്കൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞു. അത് പിന്നെ വാനിഷ്ഡ് ഇൻ ടു തിൻ എയർ ആയിരുന്നു. അതിനുശേഷം BJP സർക്കാർ വന്നിട്ട് ചെയ്തിട്ടുള്ള നടപടികൾ നമുക്ക് ഓരോന്നോരോന്നെടുത്ത് പരിശോധിക്കാം. ചിദംബരത്തിൻ്റെ മകൻ കാർത്തി ചിദംബരം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ശിവഗംഗയിലെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന അത്ര സമ്പന്നനായ അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെയൊക്കെ സ്ഥാപകനായിട്ടുള്ള ആളിൻ്റെ ബന്ധുവാണ് ചിദംബരം. ആ ചിദംബരത്തിന് ഇഷ്ടംപോലെ സ്വത്തുകൾ ദേശത്തും വിദേശത്തും എല്ലാം ഉണ്ട്. ചിദംബരം കള്ളപ്പണ ഇടപാട് നടത്തി മണി ലോണ്ടറി ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ വൈനറിയും UK അവിടുത്തെ വൈനറിയിലെല്ലാം ഇത് ചെയ്തിട്ട്, എന്നിട്ട് ഇതെല്ലാം എന്തോ പുതിയ കാര്യം കണ്ടുപിടിച്ചതാണ് പോലെ. അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ വൈനറി ഉണ്ട്, അദ്ദേഹത്തിന് അവിടെ ഇത്രയധികം ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇതൊക്കെ കേരളത്തിൽ, ഇന്ത്യയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം അതിസമ്പന്നനായ ഒരു സാമ്പത്തിക മന്ത്രിയാണ് എന്നുള്ള കാര്യം, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സാമ്പത്തിക മന്ത്രിയാണെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മകനെയും കരിവാരി തേക്കാൻ ശ്രമിച്ച ശ്രമം, അതിനുശേഷം പിന്നീട് ദൂരെ ഒന്നും പോകണ്ട. പിന്നെ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധി 50 മണിക്കൂറടക്കമാണ് ക്വസ്റ്റ്യൻ ചെയ്തത്. ഈ 50 മണിക്കൂറടക്കം ക്വസ്റ്റ്യൻ ചെയ്ത് സോണിയാഗാന്ധി, സുഖമില്ലാത്ത സോണിയാഗാന്ധി ബോധരഹിതയായി താഴെ വീണിട്ട് പോലും അവരെ അന്വേഷണം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് ആ കേസ് എങ്ങനെയായി? അത് അക്വിറ്റ് ചെയ്തു. ഇതുപോലെ തന്നെ പിന്നീടുള്ള ഓരോ കേസുകളും, അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസായിട്ട്, അതിനകത്ത് മനീഷ് സിസോദിയെ ആദ്യമേ ആക്രമിച്ചു. അതിനുശേഷം കൊണ്ടുവന്നത് ആരെയാണ്? കെജ്രിവാളിനെ യാതൊരു തെളിവില്ലാതെ ജയിലിലടക്കുകയും കെജ്രിവാളിന്റെ പാർട്ടിയെ ഇല്ലായ്മ ചെയ്യുകയും ഡൽഹിയിൽ നിന്ന് തുടച്ചു നീക്കുകയും ചെയ്ത്. പക്ഷേ ശ്രീ ഡോക്ടർ ബി ജയരാജ്, ഇവിടെ പിണറായി വിജയനെതിരെ അല്ല, കേന്ദ്ര അന്വേഷണ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.